സർ നമസ്കാരം. നമസ്തേ ഐശ്വര്യ. സർ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധി ഇന്നലെ പുറത്തു വന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷെ ആദ്യം ഇതുപോലെ തന്നെ ബെയിൽ തള്ളിയ കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ളൊരു കൃത്യമായ വേറൊരു വിധിന്യായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ ഈ ഒരു വിധിയെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് നമ്മള് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വിധിക്കെതിരെ രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിലെ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് മുമ്പ് തന്നെ, അത് അപ്പീൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു തിരുവല്ല മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന്. അത് ഇന്ന ഗ്രൗണ്ട്സ് നമ്മൾ പറഞ്ഞത്, അത് ഇവർ അപ്പീൽ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ അത് തന്നെയാണ് ഈ വിധിന്യായത്തിൽ വന്നിരിക്കുന്നത്. കാരണം കൃത്യമായി പറഞ്ഞത് BNSSന്റെ 47 അല്ലെങ്കിൽ CRPCയുടെ 50 അനുസരിച്ച് ഒരു FIS ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണല്ലോ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വരുന്നത്. ഫസ്റ്റ് ദെയർ ഹാസ് ടു ബി ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മൾ പറയുന്ന പരാതി. ആ പരാതിയിൽ നിന്നാണ് FIR വരുന്നത്. ആ പരാതിയെ ആസ്പദമാക്കിയിട്ടാണ് എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ഈ പരാതിക്ക് അനുസൃതമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ FIR പറയുന്നത്. FIRൽ കുറ്റകൃത്യങ്ങൾ പറയും, സെക്ഷൻസ് ഇന്ന അനുസരിച്ച് കുറ്റകൃത്യം പറയും. അപ്പൊ ആ കുറ്റകൃത്യങ്ങളിലേക്ക് അവരെത്തുന്നത് FISന്റെ കണ്ടന്റ് നോക്കിയിട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, അതാണ് ഞാനോ മറ്റാരും കൊടുക്കുന്ന പരാതി. അപ്പൊ ഇവിടെ കൃത്യമായി പറയുകയാണ്, ഇലക്ട്രോണിക് ഇത് വെച്ചാണ് അയക്കണമെങ്കിൽ അത് അയച്ച് 3 ദിവസത്തിനുള്ളിൽ നേരിട്ട് വന്ന് ഹാജരായി പരാതി എഴുതി കൊടുത്തിട്ട്, വനിതാ ഉദ്യോഗസ്ഥ എഴുതി കൊടുത്തിട്ട് അതിൽ ഇവർ സ്വന്തം കൈകൊണ്ട് ഒപ്പിടണം, രേഖാമൂലം ഹാജരായി ഒപ്പിടണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒപ്പിട്ട് കൊടുത്തെങ്കിലേ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പോലും ആകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇല്ലാത്ത പരാതി ലീഗലി നോൺ എസ്റ്റ് ആണ്, ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റിംഗ്. ഉദാഹരണം നമുക്ക് പോലീസിൽ ഒരു പരാതി കിട്ടണം, ഒന്നുകിൽ ഫോൺ വിളിച്ച് പറയണം, അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും പറയണം. ഒന്നുമില്ലാതെ എയറിൽ നിന്ന് എങ്ങനെയാണ് പോലീസിന് പരാതി ഉണ്ടാകുന്നത്? അപ്പൊ ഇവിടെ ഇതൊക്കെ ഇന്ന പോലെ വേണമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ അതനുസരിച്ചല്ലാതെ ഒരു FIS സ്റ്റേറ്റ്മെന്റ് ഉണ്ടായത് പോലും തെറ്റാണ്. ബിക്കോസ് ദാറ്റ് FIS സ്റ്റേറ്റ്മെന്റ് ഈസ് ലീഗലി നോട്ട് എക്സിസ്റ്റിംഗ്. അത് പേപ്പറിൽ അവിടെ ഉണ്ടായിരിക്കാം, ബട്ട് ലീഗലി ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. FISന് വേണ്ട പ്രീ കണ്ടീഷൻസ് ഒന്നും അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. FIS നിന്നാണല്ലോ ഒരു FIR ഉണ്ടായിരിക്കണേ. അപ്പൊ FIS ഇല്ലാത്താണെങ്കിൽ, ലീഗലി നോൺ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിൽ നിന്ന് FIR എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യം നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇതുവരെ അത് ഉണ്ടായിട്ടില്ല, പരാതിക്കാരി ഇതുവരെയായിട്ട് കേരളത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിയമപരമായി നിലനിൽക്കുന്ന പരാതിയില്ല. നിയമപരമായി ഇല്ലാത്ത പരാതിയിൽ പോലീസ് എങ്ങനെയാണ് നിയമ നടപടി എടുത്തത്? പോലീസിന് മുമ്പിൽ ഒരു പരാതി വേണ്ടേ, നിയമപരമായ ഒരു പരാതി. അതില്ലാതെ എങ്ങനെയാ പോലീസ് ഈ കേസ് എടുത്തത് തന്നെ? പോലീസിന് എവിടുന്നെങ്കിലും അറിവ് കിട്ടി, ഒരു ആക്സിഡന്റ്, ഒരു കൊലപാതകം, ഇതല്ലല്ലോ. ബലാത്സംഗം എന്നല്ലേ പറയണം. ബലാത്സംഗം ആ ചെയ്ത സ്ത്രീക്കല്ലേ പറയാനൊക്കെ ഉള്ളൂ. പോലീസിന് എയറിൽ നിന്ന് കിട്ടൂലല്ലോ ബലാത്സംഗം ചെയ്യുന്നുള്ളത്, കിട്ടില്ലല്ലോ. അപ്പൊ പോലീസിന് എങ്ങനെയാണ് കേസ് എടുക്കാനൊത്തത് എന്നൊരു ബേസിക് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നിയമപരമായി ഇല്ലാത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല മജിസ്ട്രേറ്റ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തത്? പോലീസ് എടുത്ത കേസ് നിയമപരമായി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നിയമപരമായി എക്സിസ്റ്റ് ചെയ്യാത്ത കേസിന്റെ പുറത്ത് മജിസ്ട്രേറ്റ് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജാമ്യം നിഷേധിക്കുന്നത്? അത് ആർട്ടിക്കിൾ 21 വയലേഷൻ അല്ലേ? റൈറ്റ് ടു ലീവ് ഇസ് ടു റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. ഇല്ലാത്ത കേസിന്റെ പുറത്ത് എന്നെ എങ്ങനെ പിടിച്ചകത്തിട്ട് മജിസ്ട്രേറ്റ്? ലീഗലി ദ കേസ് ഡസന്റ് എക്സിസ്റ്റ്. ദാറ്റ്സ് മൈ പോയിന്റ്. ദ കേസ് ഡസന്റ് എക്സിസ്റ്റ് ലീഗലി. ഇനി പോലീസും മജിസ്ട്രേറ്റും ഇക്കാര്യത്തിൽ ചെയ്ത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് മാത്രമല്ല കേട്ടോ. ഇല്ലാത്ത പരാതി ഉണ്ടെന്ന് കാണിച്ച് രാഹുലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരും നിയമപരമായി നിലനിൽക്കാത്ത പരാതിയിൽ രാഹുലിനെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റും വാസ്തവത്തിൽ ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യാതൊരു അർഹതയില്ലാത്തവരാണ്. ഇനി ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ രാഹുൽ നിയമപരമായ നടപടിയെടുക്കണം. അതിന്റെ വിധി എന്താണെന്നുള്ളത് അപ്രസക്തമാണ്. പക്ഷെ അത് ചർച്ച ചെയ്യപ്പെടണം. കാരണം നിയമലംഘനം നടത്താൻ നിയമവാഴ്ച നിലവിലുള്ള ഇന്ത്യയിൽ ഒരു പോലീസുകാരനും ഒരു ജഡ്ജിക്കും അധികാരമില്ല. അപ്പൊ ഇതിന്റെ ട്രയലൊക്കെ റിപ്പോർട്ട് ചെയ്തിടുമ്പോൾ ജനങ്ങൾ അറിയും ഇവർ ആർക്കും ഇവരെ തൊടാൻ കഴിയാത്ത അത്യുന്നതങ്ങൾ ഇരിക്കുന്ന മനുഷ്യരൊന്നും അല്ല. ദേ ആർ പെയ്ഡ് പബ്ലിക് സർവൻസ്.
ഞാനും നിങ്ങളും കൊടുക്കുന്ന ടാക്സ് പണത്തിൽ നിന്ന് ആണ് ഇവരുടെ അണ്ടർ ഗാർമെന്റ്സിനുള്ള പണം വരെ നമ്മൾ സർക്കാർ കൊടുക്കുന്നത്. മനസ്സിലായോ? ഇവർക്ക് ട്രാവലിംഗ് അലവൻസ്, ഇവർക്ക് കാറ്, ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, നല്ല ശമ്പളം എല്ലാം കൊടുക്കുന്നത് ഇറ്റ് ഈസ് ടു സെർവ് ദ പീപ്പിൾ. എങ്ങനെയാണ്? പോലീസുകാരൻ നിയമം നടപ്പിലായിക്കൊണ്ടും ജഡ്ജി നിയമം വ്യാഖ്യാനിച്ചുകൊണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടും അത് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടും അവർ രണ്ടുപേരും നിയമം വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അവർ വിചാരണ ചെയ്യപ്പെടുന്ന കേൾക്കാനും റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും നമുക്കുണ്ട് ഒരു ജനാധിപത്യത്തിൽ. ബിക്കോസ് വി ദ പീപ്പിൾ മുകളിൽ ആരുമില്ല, നോട്ട് ഈവൻ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി അറസ്റ്റിനെ സംബന്ധിച്ച് DK ബാസുവിന്റെ സുപ്രീം കോടതി വിധിയെ പോലീസ് ലംഘിച്ചു. ഇതിന് രാഹുൽ അയാളെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് കൊടുക്കണം. കാരണം കോടതിയുടെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അങ്ങനെ ഇരിക്കെ ആ ലോ ഓഫ് ദ ലാൻഡ് പോലീസുകാർക്കും കോടതികൾക്കും ബൈൻഡിങ് ആണ്. അത് നടപ്പിലാക്കേണ്ട ആളുകൾ അതിനെ ലംഘിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെയുള്ള കണ്ടംപ്റ്റ് ആണ് ഈ പോലീസുകാർ ചെയ്തിരിക്കുന്നത്. അപ്പം വാസ്തവത്തിൽ കാരണം അറസ്റ്റ് മെമ്മോ കൊടുത്തിൽ അറസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഇപ്പൊ ഹരികുമാറിന്റെ സെഷൻസ് കോടതിയിലെ ജഡ്ജ്മെന്റും പറയുന്നു. ആ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ വാസ്തവത്തിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എഗൻസ്റ്റ് ദ പോലീസ് ഓഫീസേഴ്സ് രാഹുൽ മാങ്കൂട്ടം കൊടുക്കേണ്ടതാണ്. കാരണം ഇന്ത്യയിൽ പോലീസ് രാജില്ല, മജിസ്ട്രേറ്റ് രാജ്യമില്ല, ഇവിടെയുള്ള നിയമവാഴ്ചയാണ്. ഭരണഘടന ആർട്ടിക്കിൾ 141 പ്രകാരം സുപ്രീം കോടതി ഉത്തരവ് ഇസ് ദ ലോ ഓഫ് ദ ലാൻഡ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാ കോടതികളും നിർബന്ധിതരാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് അതിന്റെ പരിധിയിൽ വരും, അതിന്റെ മുകളിലൊന്നുമല്ല. DK ബാസു കേസിൽ അറസ്റ്റിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ രാഹുലിന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ പാലിച്ചിട്ടില്ല എന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലായിട്ടില്ല ഇതുവരെ. അത് അവർക്ക് മനസ്സിലാകാതെയാണ് അവരിതൊക്കെ ചെയ്തത്. ഇനി പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പരാതിയിൽ പരാതിക്കാരുടെ ഒപ്പുണ്ട്. ഇത് ഭയങ്കര ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. പക്ഷെ പരാതിക്കാർ നാളിതുവരെ കേരളത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് പരാതിക്കാരുടെ ഒപ്പ് വ്യാജമായിട്ടത്? ഏത് പോലീസുകാരനാണ്? പരാതിക്കാരുടെ വ്യാജ ഒപ്പിട്ട പോലീസുകാരനെതിരെ കേസെടുക്കണം. ഇനി ഇങ്ങനൊരു സ്ത്രീ ഈ പറയുന്ന കേസ് പരാതി കൊടുത്തു എന്ന് പറഞ്ഞ സ്ത്രീ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ആർക്കറിയാം? പോലീസുകാരുണ്ടാക്കിയ കഥയാണെങ്കിലോ? പോലീസുകാർക്ക് ആ വ്യക്തിയുടെ ഒപ്പ് വ്യാജമായി ഇടാമെങ്കിൽ ഒരു വ്യാജ ഇമെയിൽ അയക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണിച്ചിട്ട് അവരുടെ ഒരു സൂം ഇന്റർവ്യൂ എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്രിമിനൽ മൈൻഡോടുകൂടിയല്ലേ പോലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ പോലീസ് അവർ ഒപ്പ് വ്യാജമായിട്ടില്ല. കോടതിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ട ഒരു ലീഗൽ ഡോക്യുമെന്റിലാണ് വ്യാജ ഒപ്പിട്ടിരിക്കുന്നത്. അത്രയും ഗുരുതരമായ കുറ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഏറെ വിചിത്രം തിരുവല്ല മജിസ്ട്രേറ്റിന്റെ വാദമാണ്. ഇമെയിൽ പരാതി നിയമപരമായി നിലനിൽക്കില്ല എന്ന പരാതിയായി മാറണമെങ്കിൽ പരാതി അയച്ചതാൽ ഇമെയിൽ പരാതി അയച്ച് 3 ദിവസത്തിനുള്ളിൽ നേരിട്ട് ഹാജരായി പരാതിയിൽ ഒപ്പിടണമെന്ന് BNSS 47 വ്യക്തമായി പറഞ്ഞിരിക്കെ അങ്ങനെ ഒപ്പിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് BNSS പറഞ്ഞിട്ടില്ല എന്നാണ് തിരുവല്ല മജിസ്ട്രേറ്റ് ഉത്തരവിൽ പറയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഒന്നുകിൽ ഈ മജിസ്ട്രേറ്റിന് ശിക്ഷാ നിയമവും അത് നടപ്പിലാക്കുന്ന ചട്ടങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞു വച്ചുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കള്ളം കാണിക്കുന്നു. കാരണം IPC അല്ലെങ്കിൽ BNS എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള ശിക്ഷകളെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ എന്ന് പ്രത്യേകം വകുപ്പുകളായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ CRPCയോ BNSSO കുറ്റകൃത്യത്തെക്കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ അല്ല, മറിച്ച് കുറ്റാന്വേഷണത്തിന്റെയും വിചാരണയുടെയും നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. IPCയും BNS എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സിറ്റിസനും ബാധകമാണ്, IPC അല്ലെങ്കിൽ BNS. എന്നാൽ CRPCയും BNSസും അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണത്. അത് നടപടിക്രമം ഇന്നതുപോലെ ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. അത് ചട്ടമാണ്. ചട്ടവിരുദ്ധമായിട്ട് കാര്യം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. അത് ആ ചട്ടവിരുദ്ധമായി എടുക്കുന്ന തീരുമാനങ്ങളെ കോടതികൾ റദ്ദ് ചെയ്യുന്നു. നിങ്ങളൊരു സർക്കാർ തീരുമാനം എടുക്കുമ്പോൾ ചട്ടവിരുദ്ധമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ കോടതികൾ ഇൻവാലിഡേറ്റ് ചെയ്യും. അപ്പൊ കോടതി ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കാൻ കോടതിക്ക് അവകാശമുണ്ടോ? എഴുതി വച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കാൻ കോടതി ബാധ്യസ്ഥരാണ്. അങ്ങനെ പാലിക്കാത്തതിനെതിരെ തീരുമാനമെടുക്കുന്ന കോടതിക്ക് എഴുതി വെച്ച ചട്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള നിയമപരമായിട്ടുള്ള
അതാണ് അവരതിന് ബാധ്യസ്ഥരാണ്. അവർക്ക് എങ്ങനെ ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. അത് എന്ത് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യനാണ് അവർ ചോദിക്കുന്നത്. ഇത് നടപടിക്രമങ്ങൾ വ്യക്തമായി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുകയാണ് പോലീസും ജഡ്ജിയും ചെയ്യേണ്ടത്. അല്ലാതെ നടപടിക്രമം തെറ്റിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നടപടിക്രമങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയല്ല. നടപടിക്രമങ്ങൾ അതുപോലെ പാലിക്കാനാണ് പോലീസും മജിസ്ട്രേറ്റും. കോടതിയിലെ നമ്മൾ നോക്കണം, കോടതിയിലെ ഭൂരിപക്ഷം വാദങ്ങളും പ്രത്യേകിച്ച് അപ്പീൽ കോടതികളിൽ ഈ നടപടിച്ചട്ടങ്ങൾ പാലിക്കാത്തതിനെ കുറിച്ചാണ്, അല്ല കേസിന്റെ സാങ്കേതികത്തെക്കുറിച്ചാണ് വാദം നടക്കുന്നത്. അല്ലാതെ കേസിന്റെ മെറിറ്റിനല്ല. ഇപ്പൊ ഒരു കേസ് കൊടുത്തു, ആ കേസിന് അപ്പീലിന് പോകാനായിട്ട് ഇത്ര ദിവസം, ഇപ്പൊ 90 ദിവസമാണ് അപ്പീലിന് കൊടുക്കേണ്ടത്. 91 ദിവസമാണ് കൊടുക്കണമെങ്കിൽ കേസിന് അപ്പീൽ കൊടുക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ടെങ്കിൽ 91 ദിവസമായി ആ ഒറ്റ കാരണം കൊണ്ട് അപ്പീല് പരിഗണിക്കത്തില്ല. അതിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അപ്പൊ നടപടിക്രമങ്ങളാണ് ഈ ഹൈക്കോടതികൾ, മേൽക്കോടതികളിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നടപടിക്രമങ്ങളെ സാങ്കേതികത്തെക്കുറിച്ചാണ്, കേസിന്റെ മെറിറ്റിനെ കുറിച്ചല്ല. അപ്പൊ ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാത്തതല്ലോ. ഇനി FIR രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ എന്ത് വേണമെന്ന് BNSSൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. BNS സെക്ഷൻ 173 രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്, പോലീസ് മസ്റ്റ് റെക്കോർഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് കോഗ്നൈസബിൾ ഒഫൻസസ് വെദർ ഗിവൺ ഓറലി ഓർ ഇലക്ട്രോണിക്കലി ആൻഡ് സൈൻ ഇറ്റ് വിത്തിൻ 3 days. അത് കൃത്യമായി പറയുന്നു. അപ്പം ഇനിയെങ്കിലും ഈ മജിസ്ട്രേറ്റ് BNSS ഒക്കെ ഒന്ന് പുതുതാണ് വായിച്ച് പഠിക്കേണ്ട കാലമായി. പിന്നെ പത്തനംതിട്ട സെഷൻസ് കോടതി ഉത്തരവിൽ പോലീസുകാരെ കള്ളത്തരത്തിന്റെ മറ്റൊരു ഉദാഹരണമുണ്ട്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഗ്രൗണ്ട്സും റീസൺസും രണ്ടാണ്. ഗ്രൗണ്ട്സ് എന്നത് അയാൾ ചെയ്ത കുറ്റകൃത്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അറസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ വേറെയാണ്. അതാണ് നമ്മൾ റീസൺസ് എന്ന് പറഞ്ഞാൽ, റീസൺസ് ഫോർ അറസ്റ്റ് വേറെയാണ്. അപ്പൊ അയാൾ നാടുവിടും, അയാൾ സാക്ഷികളെ സ്വാധീനിക്കും. ദേ ആർ ദ റീസൺസ് ഫോർ അറസ്റ്റ്. മറ്റത് ഗ്രൗണ്ടാണ്. അത് ആ കേസുമായി ബന്ധപ്പെട്ടാണ്, കേസിന്റെ ആ ക്രൈമുമായി ബന്ധപ്പെട്ടാണ് ഗ്രൗണ്ട്സ് ഫോർ അറസ്റ്റ്. ഈ വ്യക്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനൊക്കെ സാധ്യതയുണ്ട്, സാക്ഷികൾ, അതാണ് റീസൺസ് എന്ന് പറയുന്നത്. ഉദാഹരണം അയാൾ നാടുവിടും, സാക്ഷികളെ സ്വാധീനിക്കുന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട്സ് ആൻഡ് റീസൺസ് എന്ന തലക്കെട്ടിന്റെ താഴെ കാണിച്ചിരിക്കുന്ന മുഴുവൻ റീസൺസ് ആണ്, ഗ്രൗണ്ട്സ് അല്ല. കാരണം രണ്ടുപേർ പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ എങ്ങനെയാണ് റേപ്പ് വരിക? ഇനി റേപ്പ് നടന്നാൽ ഒരു 72 മണിക്കൂറിനടുത്തെങ്കിലും ഇരയെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ റേപ്പ് നടന്നെന്നുള്ള എങ്ങനെയാ പറയാൻ നോക്കുന്നത്? അപ്പൊ ഗ്രൗണ്ട്സ് അല്ല ഇവിടെ, മുഴുവൻ റീസൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വലിയ കള്ളത്തരാണ്. എന്തിനാണ് വ്യക്തിപരമായി ഞാൻ എനിക്കൊരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടുകാരും ആ നാട്ടുകാരുടെയും മാധ്യമങ്ങളോടുള്ള സമീപനമാണ്. മാധ്യമങ്ങളോട് ആരും കയർത്തില്ല, നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആരും വഴക്കുണ്ടാക്കാനും പോയില്ല. വേറൊന്നുണ്ട്, എപ്പോഴെങ്കിലും ഒരിക്കലും യൂത്ത് കോൺഗ്രസ്സുകാരോ മറ്റു രാഷ്ട്രീയക്കാരോ ആരെങ്കിലുമൊക്കെ ഈ ടെലിവിഷൻ ചാനൽ ചർച്ച നടക്കുന്ന സമയത്ത് ഒരു ക്യാമറ ഓൺ ചെയ്ത് അതിനുള്ളിൽ ചെല്ലണം. എന്തിനെന്ന് വെച്ചാൽ ക്യാമറ ഓൺ ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നില്ല എന്നുള്ള വ്യക്തമായി അവർക്ക് ഇതിനെ തെളിവുണ്ടാകാനായിട്ടാണ്. എന്നിട്ട് അവർ വേറെ ഒന്നും ചെയ്യല്ലേ, ചാനൽ ചർച്ചയുണ്ടല്ലോ 8 മണിക്ക് നടക്കുന്ന ചാനൽ ചർച്ചകൾ, അവിടെ ഇരിക്കുമ്പോൾ ചാനൽ ചർച്ചയ്ക്ക് വന്നൊരു ആങ്കർമാരെയും എണീപ്പിച്ചു വിടണം. അത് ലൈവായിട്ട് കാണണം. നീ ഒന്നും ചർച്ച ചെയ്യണ്ടടാ എന്ന് പറയണം. അത്രയും പറഞ്ഞാൽ മതി. ഇപ്പൊ കളക്ടറേയും വൈസ് ചാൻസലറെയൊക്കെ ഖരാബ് ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും ഇത് ചെയ്യണം. കാരണം ഈ മാധ്യമങ്ങൾ ദേ ആർ ഡൂയിങ് എന്താണ് പക്ക അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ പക്ക അട്രോസിറ്റിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു അതൊന്നുമില്ല ചർച്ച. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സെമന്റെ മണവും അന്വേഷണം നടക്കുന്ന എന്തൊരു പത്രമാണ്. ഇവർക്ക് ഈ നിയമം ഒന്നും വായിച്ചാൽ ഇവർക്ക് അറിയില്ലേ? അത് ഈ നിയമം ഒന്നും വായിക്കില്ലേ? ഉറപ്പായിട്ടും ഇപ്പൊ രണ്ടുപേരുടെ പ്രായപൂർത്തിയായ രണ്ടുപേര് തമ്മിൽ പരസ്പര സമ്മതത്തോടെ നടത്തിയ ലൈംഗിക ബന്ധമാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കള്ളന്മാര് കൂട്ടിക്കയറിയൊന്നും ആർക്കും അറിയണ്ട, ധനസഹായ ഫണ്ട് അടിച്ചു മാറ്റിയത് ആർക്കും അറിയണ്ട, അയ്യപ്പന്റെ സ്വർണം പോയ വഴി പോയി ആർക്കും അറിയണ്ട, മുടങ്ങിക്കിടന്ന പെൻഷൻ കൊടുത്തോന്നറിയണ്ട, ഒന്നും കേരളയിൽ പോയിട്ട് വേറെ എന്തൊരു റെയിൽ വരുന്നു. കേരളയിൽ എന്തിനു വന്നു, കേരളയിൽ എന്തിനു പോയി? അതെ, തന്ത്രിയുടെ പണി ഇപ്പൊ മന്ത്രി ചെയ്യണു, മന്ത്രിയുടെ പണി തന്ത്രി ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇവർ അധികാരം കൈമാറിയത് പോലും ആർക്കും അറിയണ്ട. നമ്മുടെ എല്ലാവർക്കും ആവശ്യം ഇത് തന്നെയാണ്. അല്ല, ഇത് എപ്പോഴും ഇതുണ്ട് ഐശ്വര്യ. അത് ഞാൻ എപ്പോഴും സൈറ്റ് ചെയ്യുന്ന ISRO കേസിൽ ഇവിടെ ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ മോഷ്ടിച്ചു കൊടുന്നു പറയുമ്പോൾ ഇവിടുന്ന് 8 കിലോമീറ്റർ ISRO ഹെഡ്ക്വാർട്ടേഴ്സിൽ, ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല BSS, അവിടെ പോയിട്ട് നമുക്ക് ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം കിട്ടും. കാരണം നമുക്കില്ല.
എങ്കിൽ അതിന് പകരം എന്താ മാലദ്വീപിൽ പോയിട്ട് മറിയം റഷീദയുടെ അവിടെ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്ത് അവരുടെ ബ്രസ്റ്റിന്റെയും അവരുടെ അരവണ്ണത്തിന്റെയും ഒക്കെ അളവെടുത്തുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. മറിയം റഷീദ് കിടക്കയിൽ ട്യൂണയെ പോലെ പിടയുമെന്ന് ഹെഡ്ലൈൻ കൊടുത്ത മാധ്യമങ്ങളുണ്ട് ഇവിടെ. അത് വെറും ചെറിയ മാധ്യമക്കാരല്ല, പ്രവർത്തകരല്ല, കേരളത്തിലെ മാധ്യമ കേസരികളാണെന്നും കൂടെ ഓർക്കണം. അതെ, ഉറപ്പായിട്ടും. നമ്മുടെ സുനിത വില്യംസ് അവിടെ നിന്ന് വന്നപ്പോ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ കൊടുത്ത തിരിച്ചു വന്നിട്ട് കഴിച്ച ഹൽവ, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാ കൊടുത്തത്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലേക്ക് വാർത്ത അതായിരുന്നു. അവരവിടെ പോയിട്ട് എന്ത് ചെയ്തു, നമുക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ബീട്രൂട്ട് ഹൽവ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഉണ്ടാക്കിയ ഹോട്ടലിന്റെ മുതലാളിനെ വരെ ഇന്റർവ്യൂ എടുത്തു നമ്മുടെ ആൾക്കാര്. അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമ രംഗം ഏകദേശം അതുപോലെയായി. ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനും ഇത് ആവശ്യമാണ് എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു കാര്യങ്ങള്. അല്ല, അതെല്ലാം അങ്ങനെയാണ്. നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ജേർണലിസം കേരളത്തിൽ, ഇന്ത്യയിലെ മൊത്തം നമുക്ക് പറയാം, ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും അറിയാനൊക്കില്ല. കേരളത്തിലെ ജേർണലിസം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. ജേർണലിസം ഈസ് ഡൈയിങ് ഇൻ കേരള, ഈസ് ഡൈയിങ്. എക്സാക്ട്ലി സർ. ഓക്കെ സർ, ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.